16ാം കേരള നിയമസഭയിലേക്കുള്ള അതിനിർണായക വിധിയെഴുത്തിലേക്ക് 2 നാൾ മാത്രം. അകലെ നിൽക്കെ പരസ്യപ്രചാരണം കൊട്ടിക്കലാശത്തോടെ സമാപിച്ചു. 3 ആഴ്ച നീണ്ടുനിന്ന പരസ്യപ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ സംസ്ഥാനമാകെ ആവേശം അലതല്ലി. ബുധനാഴ്ചയിലെ നിശബ്ദ പ്രചാരണത്തിനു ശേഷം വ്യാഴാഴ്ച കേരളത്തിലെ 2.71 കോടി വോട്ടർമാർ രാഷ്ട്രീയ കേരളത്തിന്റെ ഗതി നിർണയിക്കാൻ ബൂത്തിലെത്തും. 16ാം കേരള നിയമസഭയിലേക്കുള്ള അതിനിർണായക വിധിയെഴുത്തിലേക്ക് 2 നാൾ മാത്രം അകലെ നിൽക്കെ പരസ്യപ്രചാരണത്തിന്റെ അവസാന നാളിൽ ആവേശം അലകടലായി മാറി. നഗരകേന്ദ്രങ്ങളും ഗ്രാമങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും മുദ്രാവാക്യങ്ങളാലും സമ്പന്നമായി. നാടും നഗരവും ഒന്നാകെ ആവേശം അലയടിച്ചുയർന്നപ്പോൾ കൊട്ടിക്കലാശം ഇക്കുറി അത്യന്തം ആകർഷകമായി. ദിവസങ്ങൾ നീണ്ടുനിന്ന പോർവിളിക്കൊടുവിൽ ഓരോ മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശം ആവേശമാക്കാൻ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അരയും തലയും മുറുക്കി രംഗത്തെത്തി. റോഡ് ഷോയും റാലികളുമായാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും മണ്ഡലത്തിലെ കൊട്ടിക്കലാശ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. വ്യത്യസ്തങ്ങളായ കാഴ്ചകളാലും കൊട്ടിക്കലാശം ആവേശമായി മാറി. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ തന്നെ പാർട്ടികളും സ്ഥാനാർത്ഥികളും തങ്ങൾക്ക് നിശ്ചയിച്ച കേന്ദ്രത്തിലെത്തി തുടങ്ങിയിരുന്നു. ബാൻഡ്മേളവും ചെണ്ടമേളവും നിശ്ചല ദൃശ്യങ്ങളുമൊക്കെയായി കലാശക്കൊട്ട് ആഘോഷപൂരമാക്കി മുന്നണികൾ മാറ്റി. കടലിരുമ്പും പോലെ ഉയർന്ന മുദ്രാവാക്യങ്ങൾക്കും തെരഞ്ഞെടുപ്പ് ആവേശത്തിനുമൊടുവിൽ 6 മണിക്ക് കൊട്ടിക്കലാശമായി ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. ബുധനാഴ്ചയിലെ നിശബ്ദ പ്രചാരണത്തിനു ശേഷം വ്യാഴാഴ്ച കേരളത്തിലെ 2.71 കോടി വോട്ടർമാർ രാഷ്ട്രീയ കേരളത്തിന്റെ ഗതി നിർണയിക്കാൻ ബൂത്തിലെത്തും. അടുത്ത 5 വർഷത്തേക്ക് സംസ്ഥാനം ആരു ഭരിക്കണമെന്ന വിധി കേരളം മറ്റന്നാൾ കുറിക്കുമ്പോൾ 2.71 കോടി വോട്ടർമാരാണ് കേരളത്തിന്റെ രാഷ്ട്രീയ വിധിയെഴുതുക. മെയ് 3 വരെ വിധിയെഴുത്ത് സ്ട്രോങ് റൂമിലാകും. 4-ാം തീയതി ആകാംക്ഷയുടെ പെട്ടി പൊട്ടിക്കുന്നതോടെ 5 വർഷം കേരളം ആരു ഭരിക്കണമെന്ന ജനവിധി പുറത്തുവരും. പ്രഖ്യാപനം വന്ന് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയതിനാൽ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും മുൻകാലങ്ങളിൽ ലഭിച്ചത്ര സമയം ഇത്തവണ പ്രചാരണത്തിന് കിട്ടിയിട്ടില്ല. മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഗോദയിൽ നിറഞ്ഞു. CPM BJP ഡീൽ ആരോപണം, SDPI ബന്ധം, ശബരിമല സ്വർണക്കൊള്ള, പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് തുടങ്ങിയവ UDF ആയുധമാക്കി. എന്നാൽ വികസനവും ക്ഷേമവും പറഞ്ഞാണ് LDF തുടങ്ങിയത്. UDF ഭരണകാലത്തെ ഇരുണ്ട കാലമെന്നും അത് തിരിച്ചു വരരുത് എന്നുമുള്ള പ്രചാരണവും LDF നടത്തി. വയനാട് ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് നടത്തിയ ഫണ്ട് പിരിവിന്റെ കണക്ക് പുറത്തുവിടാത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇടതുമുന്നണി ആയുധമാക്കി. മാറി മാറി ഭരിച്ച ഇരു മുന്നണികൾക്കുമെതിരെ അതിശക്തമായ പ്രചാരണമാണ് BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം നടത്തിയത്. പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും ദേശീയ നേതാക്കളെയും അവർ പ്രചരണത്തിനെത്തിച്ചു. 2020 BDJS തുടങ്ങിയ ഘടകകക്ഷികൾക്ക് നൽകിയ സീറ്റിനെ ചൊല്ലി അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും കൃത്യമായ ആസൂത്രണത്തോടെ പ്രചരണം നടത്തിയ BJP ഇക്കുറി വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് അവകാശപ്പെടുന്നത്.